ഇന്നത്തെ വീഡിയോയിൽ ഒരു ആലിയ കട്ട് മോഡലിലുള്ള ഷോർട്ട് ടോപ്പാണ് ചെയ്യുന്നത്. ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഷോർട്ട് ടോപ്പാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഷോപ്പിൽ എടുക്കാൻ പോയപ്പോൾ തന്നെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന ഒരു പാറ്റേണാണ് ആലിയ കട്ടിൻ്റെ മോഡലിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സിഗ്സാഗ് ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു സിഗ്സാഗ് ഡിസൈനിൽ മെറ്റീരിയലിൽ നമ്മൾ എന്ത് പാറ്റേണിൽ എന്തൊരു ഡിസൈനിൽ ചെയ്താലും ഡ്രസ്സ് നല്ല ഭംഗിയായിരിക്കും. അത് ടോപ്പായാലും ശരി, ഫ്രോക്കായാലും ശരി, എങ്ങനെ ചെയ്താലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനിത് ഒരു ഷോർട്ട് ടോപ്പാണ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വി ഷേപ്പ് എടുക്കുന്നത്. ഇതിൽ നല്ല രീതിയിൽ തന്നെ പ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലീറ്റ്സും അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ പ്ലീറ്റ്സ് ഉണ്ട്, പക്ഷേ അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള യോക്ക് പോർഷനാണ്. അപ്പോൾ അതുപോലെ ഫ്രണ്ടിൽ നെക്ക് പോർഷനിൽ ഞാനിത് ഡബിൾ ലെയറായിട്ടാണ് തുണി ഇട്ടിരിക്കുന്നത്. കോട്ടൺ മെറ്റീരിയൽ തന്നെ ഡബിളായിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ഒരു മെഷീൻ ബീഡ്സ് കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ബീഡ്സ് ഒക്കെ കൊടുക്കാൻ പറ്റിയത്. ഞാൻ ആദ്യം ഷോ ബട്ടൺസ് വയ്ക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അതിൽ വൈറ്റ് കളറിലെ ഷോ ബട്ടൺസ് എൻ്റെ കയ്യിൽ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ബീഡ്സിലോട്ട് ഇതൊന്ന് മാറ്റി. അപ്പം മെഷീൻ ബീഡ്സ് 2-3 എനിക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ കട്ടി കൂടിയതുകൊണ്ടായിരിക്കും. എന്തായാലും അത് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കട്ട് ചെയ്ത സമയത്ത് തന്നെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നേ. നെക്ക് വി നെക്കാണ് എടുത്തിരുന്നത്, പക്ഷേ വെട്ടി വന്നപ്പോൾ അതിൻ്റെ ഇറക്കം കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കോൺ പീസ് കൂടെ കൊടുത്തിട്ട് അത് വേറൊരു ഷേപ്പിലൊരു, അതും കൊള്ളാം, നല്ല ഭംഗിയുള്ളൊരു നെക്കായിരുന്നു. പിന്നെ ഫ്രണ്ടും ബാക്കുമായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ബാക്കിൽ വി ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ടോപ്പായിരുന്നു. അതുപോലെ സ്ലീവ് ആണെങ്കിലും ഷോർട്ടായിട്ടുള്ള പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്.